ഒരുപക്ഷെ കുമ്പക്കുടി സുധാകരൻ എന്ന പരമച്ചറ്റയുൾപ്പെടെ ഈ കേരളത്തിലെ KSUവിന്റെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വരെ ധീരജിനെ വേട്ടയാടുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും തയ്യാറായിരിക്കുമ്പോ SFIക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ. ഇന്നലെ നിങ്ങൾ ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിന് ഇന്നലെ രാത്രി മുതൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. ആ നിലവിളി ഇനിയും തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്നില്ല. കാരണം ഞങ്ങളുടെ കേവലമായ അക്രമം താങ്ങാനുള്ള കരുത്ത് പോലും കണ്ണൂരിലെ KSUവിനില്ല എന്ന് മനസ്സിലാക്കിക്കോ. നല്ല ധാരണയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങൾ ഗ്രൂപ്പ് കളിച്ച് നിങ്ങള് സുധാകരന്റെയും നിങ്ങൾ VD സതീശന്റെയും പുറകെ പോയി അവരെ ആരാധിക്കുന്നത് പോലെയാണ് SFI രക്തസാക്ഷികളെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ഗ്രൂപ്പ് നേതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ആരാധനയല്ല SFI രക്തസാക്ഷികൾക്ക് നൽകുന്നത് എന്ന് നല്ല ധാരണയുണ്ടാകണം. ഇവിടെ കുറച്ചു കാലങ്ങളിലായി ഈ കേരളത്തിനകത്തും കണ്ണൂർ ജില്ലയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ KSUവിന്റെ ഗുണ്ടകൾ ചേർന്നുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നതിനു വേണ്ടി SFI എല്ലാ കാലത്തും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ ഇങ്ങ് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഗുണ്ടകളുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ധീരജിനെ ഉൾപ്പെടെ നിരന്തരമായി വേട്ടയാടുന്നതിനു വേണ്ടി കൊന്നിട്ടും അവരുടെ പക അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഒരുപക്ഷെ കുമ്പക്കുടി സുധാകരൻ എന്ന പരമച്ചറ്റയുൾപ്പെടെ ഈ കേരളത്തിലെ KSUവിന്റെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വരെ ധീരജിനെ വേട്ടയാടുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും തയ്യാറായിരിക്കുമ്പോ SFIക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ. ഇന്നലെ നിങ്ങൾ ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിന് ഇന്നലെ രാത്രി മുതൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. ആ നിലവിളി ഇനിയും തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന് തന്നെയാണ് KSUവിനോട് പറയാനുള്ളത്. ഞങ്ങളുടെ വെല്ലുവിളിക്കാനോ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്നില്ല. കാരണം ഞങ്ങളുടെ കേവലമായ അക്രമം താങ്ങാനുള്ള കരുത്ത് പോലും കണ്ണൂരിലെ KSUവിനില്ല എന്ന് മനസ്സിലാക്കിക്കോ. നല്ല ധാരണയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങൾ ഗ്രൂപ്പ് കളിച്ച് നിങ്ങള് സുധാകരന്റെയും നിങ്ങൾ VD സതീശന്റെയും പുറകെ പോയി അവരെ ആരാധിക്കുന്നത് പോലെയാണ് SFI രക്തസാക്ഷികളെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ഗ്രൂപ്പ് നേതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ആരാധനയല്ല SFI രക്തസാക്ഷികൾക്ക് നൽകുന്നത് എന്ന് നല്ല ധാരണയുണ്ടാകണം. ഇവിടുത്തെ കോൺഗ്രസുകാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കുറച്ചു കാലങ്ങളിലായി ഈ കേരളത്തിനകത്തും കണ്ണൂർ ജില്ലയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ KSUവിന്റെ ഗുണ്ടകൾ ചേർന്നുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നതിനു വേണ്ടി SFI എല്ലാ കാലത്തും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ ഇങ്ങ് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഗുണ്ടകളുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ധീരജിനെ ഉൾപ്പെടെ നിരന്തരമായി വേട്ടയാടുന്നതിനു വേണ്ടി കൊന്നിട്ടും അവരുടെ പക അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഒരുപക്ഷെ കുമ്പക്കുടി സുധാകരൻ എന്ന പരമച്ചറ്റയുൾപ്പെടെ ഈ കേരളത്തിലെ KSUവിന്റെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വരെ ധീരജിനെ വേട്ടയാടുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും തയ്യാറായിരിക്കുമ്പോ SFIക്ക്